തീരുമാനിച്ചതാരാ? അവിടെ അസൂയ വെച്ചാ പിന്നെ പള്ളിയിൽ കൊലപാതകം ഉണ്ടാവും. അതാണ് പള്ളിയിലെ കൊലപാതകത്തിന്റെ പോലും അടിസ്ഥാനം. അതാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എവിടെയെങ്കിലും അള്ളാഹു തല കാത്തുരക്ഷിക്കട്ടെ. എന്താ കാരണം? എന്തുകൊണ്ട്? അബശറം മിന്നാ വാഹിദൻ നത്തബിഉഹു അനുമിനു ലിബശറൈനി മിസ്ലിനാ വഖൗമുഹുമാ ലനാ ആബിദൂൻ. ആര് പറഞ്ഞു? ഫിർഔൻ. ഈ രണ്ടാൾക്ക് ഞാൻ വഴിപ്പെടുക. ഈ രണ്ടാൾക്ക് ആര്? രണ്ടാൾ? മൂസാ നബിയും മൂസാ നബിയും ഹാറൂൻ നബിയും. വഖൗമുഹുമാ ലനാ ആബിദൂൻ വഖൗമുഹുമാ ലനാ ആബിദൂൻ. ഇവന്റെ അനുയായികൾ എനിക്ക് ഇബാദത്ത് ചെയ്യുന്നവരാണ്. വഖൗമുഹുമാ ഫിർഔൻ ഖിബ്തിയ, മൂസാ നബി ഇസ്രായേലിയ. പറഞ്ഞരുത്. ഫിർഔൻ ഖിബ്തിയ, അവര് ഇസ്രായേലിയ. ആര്? മൂസാ നബിയും. വഖൗമുഹുമാ ലനാ ആബിദൂൻ അനുമിനു ലിബശറൈനി മിസ്ലിനാ വഖൗമുഹുമാ ലനാ ആബിദൂൻ. അല്ലാതെ അറിയാത്തോണ്ടല്ല. മുസ്തഫ നബി അസൂയ വെച്ചു. എന്താ അടിസ്ഥാന കാരണം? അറിയാം, പുണ്യനബി മഹാനാണ്. മുഹമ്മദ് നബി സാഹിബുൻ നുബുവത്താണെന്ന് അബൂജഹലിന് അറിയാമായിരുന്നു. രാത്രി റസൂലുള്ള ഖുർആൻ ഓതുന്നത് കട്ട കേൾക്കാൻ വേണ്ടി ദാറുൽ അർഖമിൽ ജലനിന്റെ അരികിൽ നാഫിലത്തിന്റെ വെടിപ്പഴുതിന്റെ അരികിൽ വന്ന് തലതാഴ്ത്തി നിൽക്കുന്ന ആളുകളിൽ ഒരാളായിരുന്നു അബൂജഹല്. രസം മനസ്സിലായില്ല. അവര് കേട്ടാത്ത ഇമ്പമാർന്ന ശൈലിയായിരുന്നു ആരുടേത്? ഹബീബായ നബിയുടേത്. അവർ കേട്ടത് ഖിഫാ നബ്കി മിൻ ദിക്റാ ഹബീബി വമൻസിലി ബിസഖത്തിൽ ലിവാ ബൈന ദഖുലി ഫഹൗമലി ഫതുലിഹ ഫൽമിഖറാത്തി ലം യഅഫർ സ്മുഹാ ലിമാന സജത്ഹാ മിൻ ജനൂബി വശമാലി. അവർ കേൾക്കാത്ത ഒരു ശൈലിയായിരുന്നു മുസ്തഫ നബിയുടെ. ഹബീബ റസൂലുള്ളാഹിനോട് വേറെ ശത്രുത വെച്ച ഒരു വിഭാഗമായിരുന്നു യഹൂദികൾ. എന്താ കാരണം? അസൂയ. മദീനയിൽ പുണ്യനബി വരുന്ന സമയത്ത് മദീനയിലെ നേതാക്കൾ യഹൂദികളായിരുന്നു. ആ സമയത്താണ് ആര് വരുന്നത്? ഹബീബ റസൂലുള്ളാഹി വന്നതോടുകൂടെ കാര്യത്തിന്റെ മേലാളൻ ആരായി? മക്കയിൽ പുണ്യനബിയോട് ഏറ്റവും അസൂയയുള്ള ആളായിരുന്നു ഉമയ്യത്ത് ബിൻ അബി സ്വൽത്ത് ലഅനത്തുല്ലാഹി അലൈഹി. ഉമയ്യത്ത് ബിൻ അബി സ്വൽത്ത് ലഅനത്തുല്ലാഹി അലൈഹി. കാദ അയ്യകൂന നബിയ, ഇയാൾ നബിയാകാൻ സാധ്യതയുണ്ട് എന്നവർ പറഞ്ഞു നടന്നിരുന്നു ഉമയ്യത്തിനെ കുറിച്ച് ലഅനത്തുല്ലാഹി അലൈഹി. അത്ര വലിയ നേതാവായിരുന്നു ആര്? ഉമയ്യത്ത് ബിൻ അബി സ്വൽത്ത് ലഅനത്തുല്ലാഹി അലൈഹി. പിന്നെ നബിയായ ആരാ? യതീം. അലം യജിദ്ക യതീമൻ ഫആവാ വവജദക ളാല്ലം ഫഹദാ വവജദക ഇലം ഫഗ്നാ. ആരോരുമില്ലാത്ത നേരത്ത് അല്ലാഹു അഭയം നൽകി മുഹമ്മദ് നബിക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിക്കുക, എല്ലാം ഉള്ളവരൊക്കെ പുറന്തള്ളപ്പെട്ടു. മദീനയിൽ പുണ്യനബി വരുന്നപ്പോൾ ഏറ്റവും വലിയ നേതാക്കള് രണ്ടാളായിരുന്നു. ഒന്ന് കഅബ് ബിൻ അഷ്റഫ് ആയിരുന്നു ലഅനത്തുല്ലാഹി അലൈഹി. ഒന്ന് അബ്ദുല്ലാഹി ബിൻ സലാം ആയിരുന്നു റളിയല്ലാഹു അൻഹു. രണ്ടാൾ രണ്ട് വഴിക്ക് തിരിഞ്ഞു. കഅബിനെ അസൂയ അങ്ങോട്ട് കൂട്ടി. അബ്ദുല്ലാഹി ബിൻ സലാം ആരായി? മുസ്ലിമായി. അബ്ദുല്ലാഹി ബിൻ സലാമിന്റെ കാര്യത്തിലാണ് വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബലിക വബിൽആഖിറതി ഹും യൂഖിനൂൻ ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം. മുൻവേദങ്ങളിൽ വിശ്വസിക്കുകയും നിങ്ങളിൽ വിശ്വസിക്കുകയും മുൻവേദങ്ങളിൽ വിശ്വസിക്കുകയും പരലോകത്തെ ഉറപ്പിക്കുകയും ചെയ്ത ആളുകളുണ്ടല്ലോ, ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ഈ ആയത്തിറങ്ങിയത് അബ്ദുല്ലാഹി ബിൻ സലാമിനെ കുറിച്ചാണ് റളിയല്ലാഹു അൻഹു. ഉറക്കപ്പറ റളിയല്ലാഹു അൻഹു. അദ്ദേഹം റസൂലുള്ള വരുമ്പോ മദീനയിൽ നേതാവാ. പക്ഷെ റസൂലുള്ളാഹിനെ കണ്ടപ്പോ ആ മനുഷ്യൻ മനസ്സിലാക്കി ധാരണ്യാണ് നബി തന്നെ, ഞാനായി മാറി നിൽക്കാൻ പാടില്ല. ആ നേതൃത്വക്കാണ് വലിച്ചെറിഞ്ഞിട്ട് ആരനുയായിയായി? മുസ്തഫ നബിയുടെ. മനസ്സിലായില്ലേ? നിങ്ങൾ ചിന്തിക്കണം. എല്ലാരും ഓടിക്കൂടുന്നുണ്ട്, ഒരു മനുഷ്യൻ വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ ഞാൻ ഓടിച്ചെന്ന് കുറച്ചു ദൂരെ നിന്നു. കാരണം ഞാൻ യഹൂദിയാണല്ലോ. അബ്ദുല്ലാഹി ബിൻ സലാം പറഞ്ഞു,
ഒരു ഒട്ടാപ്പുറത്തിരിക്കുന്നുണ്ട് ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ എന്തോ ആളുകളോട് നല്ല വാക്കുകൾ പറയുന്നതും കേട്ടു. ഞാൻ ഇങ്ങനെ നോക്കി ആ മനുഷ്യന്. അപ്പോൾ ഞാൻ ഞാൻ ആ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കിയപ്പോ എന്റെ മനസ്സിനോട് പറഞ്ഞു, ഇത് കള്ളനല്ല, ഇത് കള്ളനല്ല. فقلت في نفسي صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله. അസൂയ വെച്ചവനാണ് അബൂ ലഹബ്, അറിവില്ലാത്തവനാണ് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു. അസൂയ വെച്ചവനാണ് അബൂ ലഹബ്, അറിയും. പക്ഷെ അബൂ സുഫിയാൻ നേരത്തെ ഈ കാര്യം അറിയൂല. അസൂയല്ല. നന്നായി അബൂ സുഫിയാൻ ഉറക്കപ്പറ. സത്യത്തിൽ അബൂ സുഫിയാന് നന്നായത് അസൂയല്ലാത്തോണ്ട് തന്നെയല്ലേ? ആരാണ് സയ്യിദ്ന അബൂ സുഫിയാൻ? മഹാന്മാരായ ഉഹദിന്റെ കെട്ടിൽ കിടക്കുന്ന 70ഓളം സ്വഹാബികൾ മരിക്കാൻ, ഷഹീദാകാൻ, മരിക്കാനുള്ള, അവരെ കൊല ചെയ്യപ്പെടാൻ കാരണം അബൂ സുഫിയാനാണ് റളിയല്ലാഹു അൻഹു. പക്ഷെ വിവരമില്ലാത്ത ആളായിരുന്നു. അല്ലാഹു പുറത്തു നന്നാക്കി. നോക്ക്, വിവരമില്ലാത്ത പെണ്ണായിരുന്നു ഹിന്ദ്. വെറുതെ ഇരിക്കല്ല, ഹിന്ദ് എന്ന് വെറുതെ ഇരിക്ക. റളിയല്ലാഹു അൻഹ ഉറക്കെ പറ. എന്താ ഹബീബ് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ചെവി അരിഞ്ഞിട്ട് വളയാക്കിയിട്ട പെണ്ണാണ് ഹിന്ദ്. പക്ഷേ റളിയല്ലാഹു അൻഹ എന്റെ വിവരമില്ലാത്തത് കൊണ്ടായിരുന്നു അള്ളാഹ് പുറത്തു കൊടുത്തു, മുസ്ലിമാക്കി. ഹംസ റളിയല്ലാഹു അൻഹുവിനെ ചാട്ടുളി എറിഞ്ഞ് കൊന്നവനായിരുന്നു സയ്യിദ്ന വഹ്ശി. ഉറക്കപ്പറ സയ്യിദ്ന വഹ്ശി റളിയല്ലാഹു അൻഹു. പിന്നെ അല്ലാഹു നന്നാക്കി, മുസ്ലിമാക്കി. കാരണം കൊന്നത് എന്തുകൊണ്ടല്ല, വിവരല്ല. പിന്നെ നന്നായി. പിന്നെ വിവരം ബോധ്യപ്പെട്ടു. പിന്നെ റസൂലുള്ളാഹിന്റെ മുസ്ലിമായി. പിന്നെ ജീവിതം മുഴുവനും കരഞ്ഞു നടന്നു. ഖതൽതു ഖൈറൽ ഇബാദ്, ഖതൽതു ഖൈറൽ ഇബാദ്, ഖതൽതു ഖൈറൽ ഇബാദ്, ഖതൽതു ഖൈറൽ ഇബാദ്. ഈ ഭൂമിയിലെ മുഹമ്മദ് നബി കഴിഞ്ഞാൽ ഈ ഭൂമിയിലെ ഏറ്റവും നല്ല മനുഷ്യനെ ഈ കൈ കൊണ്ട് കൊന്നല്ലോ എന്ന് പറഞ്ഞു നടന്ന് കരഞ്ഞിരുന്നു സയ്യിദ്ന വഹ്ശി. എന്താ സംഭവം? കരയും. ആ ചരിത്രം അങ്ങനെ വായിച്ച കരഞ്ഞു പോകും മനുഷ്യൻ. മനസ്സിലായില്ല? ഹംസ റളിയല്ലാഹു അൻഹു കൊന്നാളാരാ? വഹ്ശ റളിയല്ലാഹു അൻഹു. ഈ മനുഷ്യനാണ് പിന്നെ മുസ്ലിമായി. പിന്നെ കരയാ, പഠിച്ചോനെ ഖതൽതു. കാരണം ഹംസ റളിയല്ലാഹു അൻഹു മരിച്ചു കിടക്കുമ്പോൾ മുസ്തഫ നബി കരള് പൊട്ടിക്കരയുന്നത് വഹ്ശി കണ്ടിട്ടുണ്ട്. റളിയല്ലാഹു അൻഹു റസൂലുള്ള കരയുന്നത്, കരഞ്ഞു പൊട്ടിക്കരഞ്ഞു പോയി. നിങ്ങൾ ചിന്തിക്കുക, ഹബീബായ റസൂലുള്ളാഹ്. കാരണം അഫ്ളലു ശുഹദാ ഫൗഖൽ അർളി ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് ഖാല റസൂലുള്ളാഹി. ഈ ഭൂമിക്ക് മുകളിൽ അല്ലാഹ്ക്ക് വേണ്ടി വീണ ഏറ്റവും വലിയ മഹാൻ ഹംസയാണ്. ആ ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊന്നാക്ക് അല്ലാഹു പുറത്തു കൊടുത്തു റളിയല്ലാഹു അൻഹു. ഇല്ലേ? കാരണം എന്തുകൊണ്ടാ കൊന്നത്? വിവരമില്ല, അസൂയൊന്നല്ല. എന്തില്ല? വിവരമില്ല. എന്നാൽ ഹാബീൽ ഹംസ റളിയല്ലാഹു അൻഹുവിനെ പോലെ മഹാനല്ലല്ലോ ഹാബീൽ. എന്നാൽ ആ ഹാബീലിനെ കൊന്നവന് ഇന്നും മോക്ഷം ലഭിച്ചില്ല. എന്താ കാരണം? അസൂയ തന്നെ. മനസ്സിലായില്ല? മനസ്സിലായപ്പോ നിങ്ങൾക്ക് ഏറ്റവും വലിയ മഹാനെ കൊന്ന ആൾക്ക് അല്ലാഹു പുറത്തു കൊടുത്തു. എന്നാൽ ഹാബീലിനെ കൊന്ന ആൾക്ക് പുറത്തു കൊടുത്തില്ല. കാരണം ഹാബീലിനെ കൊന്ന ആളുടെ കാരണം എന്താ? അസൂയ. ചിന്തിക്ക്, എത്ര വലിയ രോഗാണത്. അല്ലാഹു കാക്കട്ടെ മുഅ്മിനീങ്ങളെ, അല്ലാഹു കാക്കട്ടെ മുഅ്മിനീങ്ങളെ. നിങ്ങൾ ചിന്തിക്കും. അവസാനം റസൂലുള്ളാഹിക്ക് എതിരാളിയായി രംഗത്ത് വന്ന മുസ്തഫ നബി വഫാത്തായപ്പോൾ ഞാനാണ് നബി എന്ന് പറഞ്ഞ മുസൈലിമത്തുൽ കദ്ദാബ് ലഅനത്തുല്ലാഹി അലൈഹി, അവനെ കൊന്നതാരാ? വഹ്ശിയ. അന്ന് ചിരിച്ചു. ഖതൽതു ഖൈറൽ ഇബാദ് വഖതൽതു ശർറൽ ഖൽഖ്. ഏറ്റവും നല്ലവനെ ഞാനാണ് കൊന്നതെങ്കിൽ ഏറ്റവും മോശപ്പെട്ടവനെയും ഞാനാണ് കൊന്നത്. ഖതൽതു ശർറൽ ഖൽഖ്, ഏറ്റവും വൃത്തികെട്ടവനെ ഞാനാണ് കൊന്നത് എന്ന് പറഞ്ഞു. ആര്? വഹ്ശ് ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ. യുദ്ധക്കളത്തിൽ കള്ളപ്രവാചകനായി യുദ്ധത്തിന് 21,000 പട്ടാളക്കൂട്ടത്തെയും കൊണ്ട് യുദ്ധത്തിന് വന്ന തെമ്മാടിയായിരുന്നു